മോദി നെഹ്റുവിനേക്കാൾ മുമ്പിലെത്തിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിലാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന നിലയിൽ നെഹ്റുവിനേക്കാൾ മുമ്പിലെത്തിയിരിക്കുകയാണ് മോദി. മോദിക്ക് സാർ എത്ര മാർക്ക് നൽകും? അതിപ്പോൾ നമ്മളിപ്പം മോദിയെയും നെഹ്റുവിനെയും നമുക്ക് ഒരേപോലെ നമുക്ക് തൂക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പം നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അധികാരത്തിൽ വന്നു. അപ്പോൾ ഇന്ത്യ നേരിട്ട ഏറ്റവും മുഖ്യമായ വിഷയം എന്ന് പറയുന്ന സംഗതി എന്തായിരുന്നു? വിഭജനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ. അതുണ്ടായിരുന്നു. പിന്നെ പട്ടിണിയായിരുന്നു. ലോകത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഈ യാചനാപാത്രം നീട്ടി ചോദിക്കാനും ജനങ്ങളുടെ പട്ടിണി കിടക്കുകയായിരുന്നു. പിന്നെ ഈ അധിനിവേശക്കാർ ചവിട്ടി മതിച്ചിട്ട് പോയിട്ട് യാതൊരു സംവിധാനമില്ല നടക്കുന്ന ഒരു രാജ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ആണ് പിന്നെ നെഹ്റു ഇൻഹെറിറ്റ് ചെയ്ത സംഗതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മറ്റേ അമേരിക്കക്കാരൻ്റെ ഗോതമ്പിന് വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പണ്ട് കുട്ടികൾ പോയിക്കൊണ്ടിരുന്നത് ഉച്ചയ്ക്കുള്ള ഗോതമ്പ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ പോളിസികളിനോട് എല്ലാത്തിനോടും നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നെഹ്റു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയെ ഏറ്റുവാങ്ങിയ സമയത്ത്, പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെല്ലുവിളികൾ എന്ന് പറയുന്നത് അസാധാരണമായ വെല്ലുവിളികളായിരുന്നു. അപ്പം നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇപ്പം നെഹ്റുവിൻ്റെ ഒരു വികസന മാതൃക അത് ആയിരുന്നു ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം അത് ഒരു ഗാന്ധിയൻ അല്ലെങ്കിൽ ഗ്രാം സ്വരാജ് എന്നുള്ള ഒരു നടപടി തന്നെയായിരുന്നു നല്ലത്. ഉദാഹരണത്തിന് അത് ഗാന്ധിയുടെ സമീപനങ്ങൾ കൂടുതൽ നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. പക്ഷെ അത് പിന്നെ പഞ്ചായത്ത് രാജൊക്കെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നെഹ്റു പ്രൈമറി വിദ്യാഭ്യാസത്തിന് പ്രത്യേക ശ്രദ്ധ നല്ലൊരു ഊന്നൽ കൊടുത്തില്ല. അതൊക്കെ നെഹ്റുവിൻ്റെ വീഴ്ച. അതേസമയത്ത് അദ്ദേഹത്തിന് ഹയർ എഡ്യൂക്കേഷന് ഭയങ്കരമായിട്ടുള്ള ഇത് കൊടുത്തു. അപ്പൊ നെഹ്റുവിന്റെ ഒരു ഉദ്ദേശം വ്യവസായത്തിനോട് അല്ല, വ്യവസായം ഇപ്പൊ IITs ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇപ്പോഴല്ലേ വർദ്ധിച്ചു വന്നത്. അല്ലല്ല, ഇപ്പൊ ISRO ഇങ്ങനെയുള്ള ഒരു ടോപ്പ് ടു ബോട്ടം ആയിരുന്നു അത് തുടങ്ങിയത്. അദ്ദേഹത്തിന് ഇപ്പൊ നെഹ്റുവിന്റെ ഈ പോളിസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു സമീപനം നെഹ്റുവിനെ നയിച്ചു. അതിൻ്റെ ഒരുപാട് പാളിച്ചകളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പം അതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിലാണ് നെഹ്റു വരുന്നത്. മോദി വരുന്നത് അതിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിൽ വന്ന ആ തുടർച്ച അല്ലെങ്കിൽ നെഹ്റുവിൽ തുടങ്ങി വെച്ച ആ ഒരു വികസന മാതൃകകളും പല സംഗതികളുമൊക്കെ ഈ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം വരെ അത് തുടരുകയാണ് ചെയ്യുന്നത്. നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിനെ അദ്ദേഹം ധനകാര്യമന്ത്രിയാക്കുന്നു. ഈ 47 മുതൽ അതല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ 52 ഇലക്ഷൻ കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം ആരംഭിക്കുന്നു. എങ്കിലും പെട്ട സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ 91 ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഇന്ത്യക്ക് കൊണ്ടുവരിക. അതാണ് ഈ ഇന്ത്യയുടെ മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം. ആ ചേഞ്ചിൻ്റെ തുടർച്ചയായിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് ഈ കാലഘട്ടം നല്ല മാറ്റമാണ് അല്ലേ. 91 ഗ്ലോബലൈസേഷൻ, ഇത് നമ്മുടെ സാമ്പത്തിക നില കംപ്ലീറ്റ് മറിയുന്നു. അതേപോലെ തന്നെ ബാങ്ക് ലോണുകൾ താഴേക്ക് വരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയല്ലേ നമുക്ക് പരിചയമുള്ളവരുടെ തന്നെ നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എടുത്ത് നോക്കിയാലും മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 2000-ന് ശേഷമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വീട് പണി സ്വന്തമായിട്ട് അനായാസമായിട്ടാണ്. കാര്യം ബാങ്ക് റേറ്റുകൾ കുറവാണ്. മറ്റേത് LIC ലോൺ എന്നൊക്കെ പറഞ്ഞാൽ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും അല്ലേ. പക്ഷേ ഈ 2000 കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്കിലെ ഓഫീസർമാർ വീട് വെക്കുന്നു എന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ പിന്നാലെ നടക്കുന്നൊരവസ്ഥ വന്നു ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബലൈസേഷൻ വരുന്നു, ടെക്നോളജി മാറുന്നു, ഇലക്ട്രോണിക് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് പതുക്കെ ലോകം മാറുന്നു, ഇന്ത്യയും മാറുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാജീവ് ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ വളരെ വലിയ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അത് ഗാന്ധിയായിട്ട് ചേർന്ന് നയിക്കുന്നതാണ്. അതേപോലെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പ്രൈമറി എഡ്യൂക്കേഷനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതും അതിനൊക്കെ കമ്മീഷൻ വയ്ക്കുന്നതും. പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് ആ ഒരു കുതിപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവരുടെ സ്വാഭാവികമായിട്ടും BJPയുടെയും ഒരു കാഴ്ചപ്പാടുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെ എക്സ്പീരിയൻസ്, പിന്നെ നല്ല എനർജിയുള്ളൊരു മനുഷ്യൻ. പിന്നെ അദ്ദേഹം വരുന്നത് ഹിറ്റ്ലർക്ക് ശേഷം ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, ആ എതിർപ്പിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്
നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത്. അവിടെ ആ ഒരു പരാജയപ്പെടുത്താനുള്ള ഊർജം, ഇപ്പോൾ നമ്മൾ എന്ത് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ ഊർജത്തിനെയോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിനെയോ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ശേഷം വന്ന ഒരു ഇന്ത്യയുണ്ട്. അതിനകത്ത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ്, ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ 12 വർഷം മുമ്പ് വരുമ്പോൾ അധികാരത്തിൽ വരുമ്പോൾ 90,000 കിലോമീറ്റർ റോഡുകളായിരുന്നു നമുക്ക് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതിപ്പോൾ ഏതാണ്ട് 1,64,70,000 അടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖല ഇന്ത്യക്കാണ് ഇപ്പോൾ. അമേരിക്കയാണ് തൊട്ട് മുന്നിൽ. അപ്പം അത് പിന്നെ അതുപോലെ തന്നെയുള്ള മെഗാ പ്രോജക്റ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ BJPയുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്നായിരുന്നു ഈ കാശ്മീർ, ജമ്മു കാശ്മീർ, ആർട്ടിക്കിൾ 370 ആർട്ടിക്കിളിൻ്റെ അബ്രോഗേഷൻ അതെടുത്ത് കളഞ്ഞു അല്ലേ? അതെടുത്ത് കളഞ്ഞ സമയത്ത് ഈ പറഞ്ഞ വൻ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോഴും നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ സുരക്ഷിതം സേനയും ഒക്കെ വളരെ സജീവമാണെങ്കിൽ പോലും, പഹൽഗാം ഉണ്ടായെങ്കിൽ പോലും ഏകദേശം ഇന്ത്യയോട് ചേർന്ന് ജമ്മു കാശ്മീർ വരുന്നു. പിന്നെ അതേപോലെ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു നേട്ടം മോഡിയുടെ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൈസേഷൻ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇന്ത്യയുടെ. അത് വലിയൊരു ലോകരാഷ്ട്രങ്ങൾക്ക് പോലും അത്ഭുതം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഡിജിറ്റൽ മേഖലയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ UPI അതിന് ഏറ്റവും നല്ല ഉദാഹരണം. പല രാജ്യങ്ങളും ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് UPI അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇപ്പം UAE പോലുള്ള രാജ്യങ്ങളൊക്കെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും വളരെയധികം നമ്മൾ മുമ്പോട്ട് പോവുകയും അങ്ങനെയാണ് നമ്മുടെ എക്കോണമി സ്വാഭാവികമായിട്ടും വളരുകയും നമ്മൾ 5ാമത്തെ സ്ഥാനത്തും എത്തുകയും ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഈ ഗ്രോത്തിനെ പറ്റിയിട്ട് ഞാൻ രസകരമായ ഒരു കാര്യം വായിച്ചത്, നെഹ്റുവിൻ്റെ കയ്യിൽ കിട്ടിയത് കൽക്കരി ഇല്ലാത്ത ഒരു തീവണ്ടിയായിരുന്നു. കൽക്കരി വണ്ടിയാണ്, പക്ഷെ അതിനകത്ത് കൽക്കരി ഇല്ല. നെഹ്റു അതിനെ കൽക്കരിയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഓടിച്ചു എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഇന്ദിരാഗാന്ധി കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ കയ്യിൽ എത്തുമ്പോൾ തൊട്ട് അതൊരു ഇലക്ട്രിക് തീവണ്ടിയായിരുന്നു. ഇന്ന് മോദി അതിനെ ഒരു ബുള്ളറ്റ് ട്രെയിൻ ആക്കിയെന്ന് ഒരു പോസ്റ്റിൽ വായിച്ചതാണ്. വളരെ രസകരമായിട്ട് ഏതാണ്ട് അതിനോട് നമുക്ക് യോജിപ്പിക്കാം. അതായത് തുടർച്ചയാണ്. അപ്പോൾ ആ റെയിലും ട്രെയിനും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്വാഭാവികമായ പരിണാമത്തെ അതൊരു കൃത്യമായ ഒരു രീതിയിലേക്ക് മോഡി കൊണ്ടുപോകുന്നതിൽ വിജയിച്ചു. അതോടൊപ്പം തന്നെ മോഡി ഒരുപാട് ഈ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പം നമ്മുടെ GDP ഉയർന്നു, നമ്മുടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് നല്ല നേട്ടമുണ്ടാക്കി. പക്ഷേ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ് അത് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെമോക്രാറ്റിക് നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നുള്ളൊരു സംഗതിയൊക്കെ വരുന്നുണ്ട്. ശരിക്കും അത് വർദ്ധിക്കുകയല്ലേ ചെയ്തത്? ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് നമ്മുടെ ഈ പറയുന്ന വിദേശത്ത് നമ്മുടെ പ്രധാനമന്ത്രി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രതിനിധി പറഞ്ഞതെന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള കോട്ടയംകാരൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഇല്ലല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം ഫോണുകളുള്ളത് ഇന്ത്യയിലാണ്. 90 കോടി ഫോണുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നത് ആരും ഓരോരുത്തരും ഓരോ മീഡിയ സ്ഥാപനങ്ങളായിട്ടൊന്ന് മാറുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഇവിടെയല്ലേ? അപ്പോൾ അല്ല, അത് ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമുക്കിവിടെയുള്ള ലഭ്യമാവുന്ന സ്വാതന്ത്ര്യത്തെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി. ക്രിയാത്മകമായിട്ട്, ക്രിയേറ്റീവായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പല സ്ഥലങ്ങളിൽ അറ്റാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അറ്റാക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ചില കേസുകളിൽ അറസ്റ്റുകൾ നടക്കുന്നുണ്ട്, അത്തരം സംഗതികളുണ്ട്. പക്ഷേ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം വളരെ ഇപ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഇന്നുമുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയല്ല. പക്ഷേ അതേ സമയത്ത് തന്നെ വിമർശനങ്ങൾ നേരിടുന്ന കുറേ നടപടികളും ഗവൺമെൻറ് ഭാഗത്ത്. അപ്പോൾ അത് നമ്മൾ കാണാതിരിക്കരുത് ജനാധിപത്യ സംവിധാനത്തിൽ. പക്ഷേ അതേപോലെ ഈ പിന്നെ മറ്റ് പല മേഖലകളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇന്ത്യ ഒരു ജിയോ പൊളിറ്റിക്സിൽ അത് വലിയൊരു നേട്ടമാണ്. ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഷിഫ്റ്റാണ്. ഇപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞത് ശശി തരൂരാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. ശശി തരൂർ വിദേശകാര്യ സ്റ്റേറ്റ് മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹം ഈ വിദേശ മറ്റേ അംബാസഡർമാരുടെയൊക്കെ ഒരു മീറ്റിങ്ങിൽ
മുമ്പോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശമാണ്. അതായത് ഈ മൾട്ടി അലൈൻമെൻറ്റ് പോളിസിയിലേക്ക് പോകണം. അതുവരെ നമ്മൾ നോൺ അലൈൻമെൻറ്റ് പോളിസിയിൽ എന്നുള്ളതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് മൾട്ടി അലൈൻമെൻറ്റ് പോളിസിയിലേക്ക് പോകണം. അതിനകത്ത് അന്ന് ജയശങ്കർ പിന്നെ ഏതോ ഒരു രാജ്യത്തിൻ്റെ അംബാസഡർ ആയിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ഫോറിൻ മിനിസ്റ്റർ. അപ്പോൾ അതാണ് ഇന്നിപ്പം ശരിക്കും ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ഇന്നത്തെ ക്രിട്ടിക്കൽ ജങ്ക്ചറിൽ ഉദാഹരണത്തിന് അമേരിക്കയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, റഷ്യയുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചൈനയുമായിട്ട് നമ്മൾ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ UAE-യുമായിട്ട് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നല്ല ശക്തമായ ബന്ധം തുടരുന്നു, ഇറാനുമായിട്ട് നല്ല ബന്ധം തുടരുന്നു, ഇസ്രയേലുമായിട്ട് ബന്ധം തുടരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതേ സമയത്ത് ഇന്ത്യയുടെ പൊസിഷൻ വളരെ വ്യക്തമായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു. യൂറോപ്പുമായിട്ട് അതിഗംഭീരമായിട്ട് ബന്ധം പുലർത്തുന്നു. ഒരു രാജ്യവുമായിട്ടും ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു സംഗതിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൾട്ടി അലൈൻമെൻറ്റ് ഫോറിൻ പോളിസിയിലേക്ക് മാറി. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞത് അത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമാണ്, നമ്മൾ എടുത്ത് കാണിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഒരു നിർണായക ശക്തിയായിട്ട് ശ്രദ്ധാകേന്ദ്രമായി മാറിയതും അതിൻ്റെ കാരണങ്ങളുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേസമയത്ത് ഇപ്പോൾ ഈ അടുത്തിടയിൽ വന്നിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മോഡി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയൊരു ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ സമീപകാലത്ത് നടന്ന പരീക്ഷകളാണ്. CBSE, നീറ്റ്, ഇതെല്ലാം വലിയൊരു പരാജയത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അത് മോഡി സർക്കാരിൻ്റെ ഈ പറഞ്ഞതുപോലെ അത് നമ്മൾ രണ്ടും പറയണമല്ലോ, പറയുന്ന സമയത്ത് രണ്ടും പറയണമല്ലോ. അതൊരു വലിയ വീഴ്ചയാണ്. അതിൻ്റെ ഒരു വിശ്വാസ്യത ഇനി അത് വീണ്ടെടുക്കുക എന്നുള്ളത് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? പുതിയ സംവിധാനങ്ങളിലേക്ക് അത് മാറ്റുകയാണ്. സർ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ നടത്തുന്നത് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം നടത്തുന്ന ചൈനയാണ്. രണ്ടാമത് ഇന്ത്യയാണ്, UPSC ആണ്. ആ UPSC പരീക്ഷ എത്ര ലക്ഷം പേരാണ് എഴുതുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എഴുതുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30 ലക്ഷമോ എത്രയോ പേര് ഇന്ത്യയിൽ UPSC പരീക്ഷ പോലും എഴുതും. അങ്ങനെ എഴുതുന്നിടത്ത് വളരെ ശക്തമായിട്ടും സുതാര്യമായിട്ടും പരീക്ഷ നടത്താൻ UPSCയെ പോലുള്ളൊരു ബോഡി ഇവിടെ ഉണ്ട്, SSCയെ പോലുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ നീറ്റ് സംഭവ്യമല്ലാത്ത കാര്യമല്ല, അതിനകത്തുണ്ടായിരിക്കുന്ന പിഴവിനെയാണ് അത് NTA അടക്കമുള്ള സംവിധാനത്തിന്റെ പിഴവായിട്ടല്ലേ? അത് തീർച്ചയായിട്ടും അവിടെയാണല്ലോ മിനിസ്ട്രിയുടെ കേപ്പബിലിറ്റി വരണ്ടേ. ഉദാഹരണത്തിന് കൊമറ്റോ എന്ന് പറഞ്ഞ ആ ഒരു ഏജൻസിക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏജൻസിയെ വീണ്ടും ഇതിൻ്റെ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഈ ONM ഓൺ സ്ക്രീൻ എന്താണ് പറയുക, ഓൺ സ്ക്രീൻ മാർക്കിംഗ് ഓർഡർ അല്ലേ, അങ്ങനെ OMR. അപ്പോൾ അത് ഏൽപ്പിച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ വലിയ വീഴ്ചയാണ്. കാര്യം അത് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളൊരു അതോറിറ്റിയെ കണ്ടെത്തി ഏൽപ്പിക്കുക, അത് എഫിഷ്യൻ്റ് നടത്തിക്കുക, അതൊക്കെയാണല്ലോ ഭരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ എന്ത് തന്നെ ഇതൊരു വലിയ വീഴ്ചയായിട്ട് അതവിടെ നിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മൊത്തത്തിൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കിടുക എന്നുള്ളതിനെക്കാട്ടി നല്ലത് ഈ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് കണക്കുകൾ എഴുതി വെച്ചിരുന്നു, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് സാറാ മാർക്കിട്ടാൽ എനിക്ക്. നമ്മുടെ 2014 ഇപ്പോഴത്തെ കണക്കുകളാണ് ഞാൻ എടുത്തു വെച്ചത്. അതിനകത്ത് എയിംസിൻ്റെ കാര്യം, അന്ന് എയിംസ് 8 എണ്ണം ഉണ്ടായിരുന്നു, ഇന്ന് 23 ആയിട്ടുണ്ട്. IIT-കൾ 11 നിന്ന് 23 ആയി, NIT-കൾ 30 നിന്ന് 31, ഒരെണ്ണേ വർദ്ധിച്ചിട്ടില്ലെങ്കിലും കൂടിയിട്ടുണ്ട്. IIM 13 നിന്ന് 21 ആയി, കേന്ദ്രീയ വിദ്യാലയങ്ങൾ 1993 നിന്ന് 1250 ആയി, സൈനിക സ്കൂളുകൾ വെറും 25 എണ്ണം ഉണ്ടായിരുന്നത് 100-ലേറെ, നവോദയ വിദ്യാലയങ്ങൾ അതിൻ്റെ എണ്ണം കൃത്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ അപ്പുറത്തേക്ക് സാറ് പറഞ്ഞ പോലെ ഈ റോഡുകളുടെ ഇതിനൊക്കെ മാറ്റി നിർത്തി, ഇതെല്ലാം ഈ വലിയ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയാം നിസ്സാരമായിട്ട് ജൽജീവൻ പദ്ധതി എല്ലാ വീട്ടിലും പൈപ്പ് കണക്ഷൻ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാകരുത്. പ്രധാനമന്ത്രി ആവാസ് യോജന എല്ലാവർക്കും ഈ പറയുന്ന വീടുകൾ നൽകുന്നു. എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ഗ്യാസിൻ്റെ ക്ഷാമം ഉണ്ടായത്? എല്ലാവർക്കും ഗ്യാസ് കിട്ടുന്നുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ ഉജ്ജ്വല യോജന പ്രകാരം വരുന്നുണ്ട്, ഈ ആവാസ് യോജന വരുന്നുണ്ട്, ഗരീബ് കല്യാൺ യോജന വരുന്നുണ്ട്. സാർ, 80 കോടി പേർക്കാണ് രാജ്യം ഇന്ന് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത്. പട്ടിണി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് തുടച്ചു മാറ്റപ്പെടുകയാണ്. അതായത് നമ്മൾ ഈ മാറ്റപ്പെട്ടിട്ടില്ല, തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ വൻ മുന്നേറ്റത്തിലേക്ക് പോകുന്നു. അത് ഇന്ത്യയുടെ ഈ പറയുന്ന ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല ആഭ്യന്തര പ്രശ്നങ്ങളെയും പരിഹരിച്ചു കഴിഞ്ഞു. മാവോയിസ്റ്റുകളുടെ പ്രശ്നം പരിഹരിക്കുന്നു, ഈ നോർത്ത് ഈസ്റ്റിലെ അക്രമങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഒരു സമാധാനത്തിൻ്റെ കൂടി സന്ദേശം വരികയില്ല. എത്ര ബോംബ് ബ്ലാസ്റ്റ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ നമ്മുടെ ഒരു 12 വർഷത്തിൽ
വർഷത്തിനിടയ്ക്ക്. അതിന് മുമ്പ് മാലപ്പടക്കം പോലെ പൊട്ടിക്കൊണ്ടിരുന്നതാണ് ഭാരതത്തിലുള്ളത്. അപ്പോൾ ഭാരതം ഒരു വലിയ ശക്തിയാകുന്നു. 12 വർഷം കൊണ്ട് ഒരു 35 വർഷത്തെ വികസനത്തിലേക്ക് പോവുകയല്ലേ. ഇനി സാറൊന്ന് പറയൂ മാർഗത്തിൽ. അതിനല്ലേ ഞാൻ പറഞ്ഞത്. അതിനകത്ത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു അങ്ങനെ ഇതിനെ കണ്ടിട്ട് കാര്യമില്ല. നമ്മളെല്ലാം ഈ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഇതിനെ കാണണമല്ലോ. ഇപ്പോൾ ഇന്ത്യ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടിണിയുടെ തോത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെർസെൻറ്റേജ് എനിക്കറിയില്ല, ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അത് പ്രാതിനിധ്യത്തിന്റെ കാര്യം കൂടി, സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു. സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കുന്നതിന് അവിടെയാണ് ഒരു വലിയ സെറ്റ് ബാക്ക് ഉണ്ടായത്. ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ ഒരു പാർലമെന്റിൽ പരാജയപ്പെട്ട അത് ഉടനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കവും കൂടിയാണ്. അതുകൊണ്ട് അടുത്ത തന്ത്രങ്ങൾ ശരിയാക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ ഗവൺമെന്റ് ഒരു സംവിധാനത്തിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ മാറിയ ലോകത്തിനോട് ഈ ഗവൺമെന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ടെക്നോളജിയോട് അതിഗംഭീരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച് ടെക്നോളജിയും ഈ പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ട്, അതായത് അല്ലെങ്കിൽ ദാരിദ്ര്യമില്ലായ്മ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരുടെ കയ്യിൽ ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിലും. ഉദാഹരണത്തിന് 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ചെല്ലുന്നത്. ഈ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ഈ ഗവൺമെൻറ് ഒരു കാര്യമായ ശ്രമം നടത്തിയിട്ട് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതെല്ലാം ഈ കാലത്തിൻ്റെ മാറ്റം കൂടെ കാണണം നമ്മൾ. അപ്പോൾ നമ്മളിപ്പം ഈ 47-ലെയും 57-ലെയും 67-ലെയും 77-ലെയും 80-കളിൽ വരുമ്പോഴത്തേക്കാണ് ഈ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട്, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ 1977 ചാണ്ടികളിൽ തുടങ്ങിയതാണ് സെമി കണ്ടക്ടർ ഫാക്ടറി. പക്ഷേ അത് തീ വയ്ക്കപ്പെട്ടു. അത് എങ്ങനെ തീ വയ്ക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും നിഗൂഢമായി തുടരുകയാണ് ചെയ്യുന്നത്. കാര്യം അവിടെയാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് വിദേശ ഹസ്തങ്ങൾ എൻ്റെ പിന്നിലുണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നത്. കാര്യം ഇപ്പോഴാണ് വീണ്ടും നമുക്ക് സെമി കണ്ടക്ടറിലേക്ക് പോകാൻ കഴിയുന്നത്, ഉൽപ്പാദനത്തിലേക്ക്. മറിച്ച് 77 തുടങ്ങിയ സംഗതി നമ്മൾ ഒരു അവിടെയൊക്കെയാണ് സർക്കാരിൻ്റെ ജാഗ്രത കുറവായിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ അതിൽ ജാഗ്രത കൂടിയിട്ടുണ്ട്. കാലം അത് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിഫൻസ് മേഖലയിൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ആരംഭിച്ചിട്ടുണ്ട്. അല്ലേ? ഡിഫൻസിൻ്റെ മേഖല 36,000 കോടി രൂപയുടെ നമ്മൾ എക്സ്പോർട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇല്ലാന്ന് നമ്മൾ പറയേണ്ടത്, നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ വിലയിരുത്തണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതേ സമയത്ത് ഈ പിന്നെ സാമൂഹികമായിട്ടും ചില വിഷയങ്ങൾ നേരിടുന്നുണ്ട്. അല്ലേ? ഉദാഹരണത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയാൽ കമ്മ്യൂണൽ ക്ലാഷസ് ഒക്കെ ഉള്ള കുറവാണ്. അതേ സമയത്ത് ചില ഉദാഹരണത്തിന് ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇല്ലേ? അത് നമുക്ക് നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പല കാരണങ്ങളും ഉണ്ടല്ലോ. അല്ല, കാരണങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സമൂഹമായിട്ട് ഇന്ത്യക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. എങ്ങനെയാണോ നമ്മൾ ഈ പട്ടിണിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, പട്ടിണിയെ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടും ബാക്കിയുള്ള സംവിധാനങ്ങളും റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്തും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലൂടെയും ഒക്കെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന പോലെ ഓരോ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് ഇന്ത്യ ഒന്നിച്ചു പോകുമ്പോൾ മാത്രമേ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ ഒരു വിഘടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എപ്പോഴും ഒരു 10 മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും 20 പിന്നിലേക്ക് എപ്പോഴാണ് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് ഇനി ഈ പറഞ്ഞ ഒരു മാറ്റം, ഇപ്പം എനിക്ക് തോന്നുന്നൊരു മാറ്റം വരേണ്ടത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ഒരു പിന്നെ ആശങ്കകൾ അത് കുറയുക എന്നുള്ളൊരു കൾച്ചറൽ ചേഞ്ചിലേക്കാണ് ഇനി അടുത്തതിൽ ശ്രദ്ധിച്ചു പോകുന്നത്. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഒരു ഫോഴ്സായിട്ട് എമർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് പെടുന്ന ഏത് വ്യക്തിയാണെങ്കിലും രാജ്യമാണെങ്കിലും ഒരിക്കലും അതിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വസ്തുതയിലേക്കും കൂടെ ആണ് ഇനി ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഫിനോമിനൽ ഗ്രോത്ത്. അത് ലോകം മുഴുവൻ ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഹാർഡ് വർക്കറാണ്. അദ്ദേഹത്തിന് കുടുംബവും മറ്റു കാര്യങ്ങളും ബന്ധങ്ങളൊന്നുമില്ല. ഏതാണ്ട് നല്ല 16 മണിക്കൂറോളം ഇല്ലേ പ്രവർത്തന നിരതനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ്. അപ്പം തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒട്ടേറെ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണത്. എത്ര മാർക്ക് ഇടുക എന്നൊക്കെ പറയുന്നത് നമുക്കത് അല്ല, അങ്ങനെ നമ്മളത് അതൊക്കെ ഒരു പൈങ്കിളി മാധ്യമ പ്രവർത്തനത്തിൻ്റെ
രീതിയാണ് ഈ ഇത്രയിൽ ഇത്ര മാർക്ക് ഇടുക എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ ശരിക്കും ആ, ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന് നമുക്ക് അഭിപ്രായപ്പെടുന്നതിൽ തെറ്റുണ്ടാവും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇപ്പം പലരും പറയുന്നുണ്ട് പട്ടേൽ സ്വാഭാവികമായിട്ടും ഗാന്ധിയുടെയും കൂടെ ഗാന്ധി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജിന്നെ പ്രൈം മിനിസ്റ്റർ ആക്കാനാണ് പറഞ്ഞത്. ഉം. ജിന്നെ കാരണം ഗാന്ധി വളരെയധികം പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യനാണ്. കാര്യം ഗാന്ധിജിക്കറിയാൻ ജിന്നയ്ക്ക് ഈ ക്ഷയരോഗമൊക്കെ പിടിച്ചിട്ട് എപ്പോഴാണെങ്കിലും തട്ടിപ്പോകുന്നു. മനസ്സിലായോ? ജിന്നെ പിടിച്ചാക്കിയിരുന്നെങ്കിൽ, ജിന്നയാകാൻ നെഹ്റു തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ പാക് വിഭജനം ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഗതിയാണ്. ആ ഗതി ഇങ്ങനെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് മറ്റേതായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അന്നത്തെ റിയാലിറ്റി എന്ന് പറയുന്ന സംഗതി ഇന്ത്യയെ പോലൊരു വലിയ രാജ്യം, ഈ രാജ്യത്ത് മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിൽ അവിടെയാണ് ഈ ചലഞ്ച് എന്ന് പറയുന്ന സാധനം. നെഹ്റുവിൻ്റെ ചലഞ്ച് അതിൻ്റെ ഒരു 1000-ലൊന്നോ 10,000-ലൊന്നോ മോദിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. അത് നമ്മൾ കാണണത് ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരു അലസമായി പൊക്കോട്ടിരുന്ന ഒരു രാജ്യത്തെ വൈബ്രൻ്റ് ആക്കി മാറ്റിയതിൽ അത് ശരിക്കും പറഞ്ഞാൽ മൻമോഹൻ സിംഗിൽ തുടങ്ങിയൊരു മൻമോഹൻ സിംഗ്, നരസിംഹറാവു തുടങ്ങിയൊരു സംഗതിയാണ്. അതിനൊരു വൈബ്രൻ്റ് എക്കോണമി ആക്കി മാറ്റുന്നതിലും ഈ പറഞ്ഞ പോലെ ആൾക്കാരിൽ ഒരു പ്രതീക്ഷ നൽകുന്നതിലുമൊക്കെ മോദി വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ മാർക്കിടുന്നതിനെക്കാട്ടിലും നമ്മുടെ രാജ്യം നമ്മൾ നന്നാവുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പോരായ്മ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞത്. മറിച്ച് ഒരാളെ മോശക്കാരനാക്കാനായിട്ട് വേണ്ടി നമ്മളിത് കാണിക്കുകയോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് വേണ്ടി നമ്മൾ ക്വാളിറ്റീസ് മാത്രം എടുത്ത് കാണിക്കുകയല്ലോ വേണ്ടത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും മോദിയുടെ 12 വർഷം എന്ന് പറയുന്നത് NDAയ്ക്കും അതോടൊപ്പം തന്നെ മോദിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒട്ടേറെ സംഗതികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളും അതോടൊപ്പം തന്നെ സമാനമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.